ക്ലാസ് റൂം PSCയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന LDC, LGS, ഡിഗ്രി പ്രിലിംസ് പോലെയുള്ള എല്ലാ എക്സാമുകൾക്കും വളരെയധികം ഉപയോഗപ്രദമാകുന്ന ഇഫക്റ്റീവായ സ്റ്റഡിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏതാനും ടെലിഗ്രാം ചാനലുകളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. PSC ഫോളോ ചെയ്യുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെലിഗ്രാം ചാനലുകൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് എന്നും എപ്പോഴും സഹായിച്ചിട്ടുള്ള ഒരു ചാനലാണ് PSC ത്രില്ലർ എന്ന് പറയുന്നത്. മൻസൂർ അലി സാറിൻ്റെ ചാനലാണ് PSC ത്രില്ലർ. കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് സിലബസ് കവർ ചെയ്ത് റാങ്ക് ഫയൽ, NCERT, SCERT കൂടാതെ മറ്റ് ബുക്കുകളിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ നൽകും. അതുപോലെ എക്സാമുകൾ നടത്തും. അങ്ങനെ ഒരു കറക്റ്റ് പാറ്റേണിൽ തന്നെ പോകാനായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നല്ല ചാനലാണ് PSC ത്രില്ലർ എന്ന് പറയുന്നത്. PSC ത്രില്ലർ ഫോളോ ചെയ്തിട്ടുള്ള ആർക്കും ഇതുവരെ ജോലി കിട്ടാതെ നിന്നിട്ടില്ല. അത്രയും നല്ല ചാനലാണ്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അടുത്ത ചാനലാണ് ഇംപീറ്റസ് ലേണിങ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നോട്ടുകളൊക്കെ PDF ആയിട്ട് ലഭിക്കും. അതുപോലെ കറണ്ട് അഫയേഴ്സും ഒക്കെ കിട്ടുന്ന ഒരു ചാനലാണ്. എല്ലാ നോട്ടുകളും കിട്ടുന്ന ഒരു ചാനലാണ് ഇംപീറ്റസ് ലേണിങ്സ് എന്ന് പറയുന്നത്. ഇംപീറ്റസ് ലേണിങ്സിൻ്റെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു ചാനലാണ് CA at 360 ഡിഗ്രി എന്ന് പറയുന്നത്. അതിൽ കറണ്ട് അഫയേഴ്സിൻ്റെ വിഷയങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത ചാനലാണ് വൊക്കാസ്പീഡിയ PSC എന്ന് പറയുന്നത്. എല്ലാ നോട്ടുകളും ലഭിക്കുന്ന ഇംപീറ്റസ് ലേണിങ്സ് ഒക്കെ പോലെ തന്നെ എല്ലാ നോട്ടുകളും ലഭിക്കുന്ന ഒരു ചാനലാണ് വൊക്കാസ്പീഡിയ PSC എന്ന് പറയുന്നത്. അവരുടെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാനലാണ് CA പീഡിയ. അതുപോലെ തന്നെ ക്വിസ്പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും ഇവർക്ക് ഉണ്ട്, വൊക്കാസ്പീഡിയയ്ക്ക് ഉണ്ട്. ക്വിസ്പീഡിയയിലാണെങ്കിൽ ക്വിസ് ബോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് ക്വിസ് നടത്തി നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെയുള്ള ചാനലാണ് ക്വിസ്പീഡിയ എന്ന് പറയുന്നത്. അടുത്ത ചാനലാണ് ആശാൻ PSC എന്ന് പറയുന്നത്. സിലബസ് അനുസരിച്ച് SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള വസ്തുക്കൾ ഉൾപ്പെടുത്തി ക്വിസ് ബോട്ടുകൾ ഉപയോഗിച്ച് ക്വിസ് നടത്തി സിലബസ് കവർ ചെയ്യുന്ന വളരെ നല്ലൊരു ചാനലാണ് ആശാൻ PSC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വിസ് ബോട്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി മനസ്സിൽ നമുക്ക് പതിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഈ ക്വിസ് ബോട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് സമയമില്ലാത്ത ആളുകൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു വഴിയാണ് ക്വിസ് ബോട്ട് ഉപയോഗിച്ച് പഠിക്കാം എന്നുള്ളത്. അടുത്ത ചാനലാണ് പത്രവാർത്തകൾ എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല ചാനലാണ് പത്രവാർത്തകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് കമലോബിയൽ PSC എന്ന് പറയുന്നത്. കമലോബിയൽ PSC എന്ന് പറയുന്നത് കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് ഡിഗ്രി പ്രിലിംസിനും അതുപോലെ LDCക്കും ഒക്കെ ഒരുപോലെ ഉപയോഗപ്രദമായ രീതിയിൽ നോട്ടുകളും PDF-ഉം അതിനേക്കാട്ടിലുപരിയായിട്ട് വോയിസ് ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചാനലാണ് കമലോബിയൽ PSC എന്ന് പറയുന്നത്. വോയിസ് ക്ലാസ്സും ഒക്കെ കിട്ടുന്ന ഒരു നല്ല ചാനലാണ് കമലോബിയൽ PSC എന്ന് പറയുന്നത്. അടുത്ത ചാനലാണ് സാങ്ക്യ PSC. ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സുകൾ ക്വിസ് ബോട്ടുകൾ ഉപയോഗിച്ച് എക്സാം പോലെ തന്നെ നടത്തുന്ന കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചാനലാണ് സാങ്ക്യ PSC. അടുത്താണ് പ്രയാണം ഇന്നലകളിലൂടെ. ഡെയിലി PSC നടത്തുന്ന എക്സാമുകൾ, ജനറൽ എക്സാം മാത്രമല്ല, പ്രത്യേകം കാറ്റഗറികൾക്ക് വേണ്ടിയൊക്കെ ടെക്നിക്കലായിട്ടൊക്കെ നടത്തുന്ന എക്സാമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ GK ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള അങ്ങനെ എല്ലാ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുന്നതിന് സഹായമായിട്ടുള്ളൊരു ചാനലാണ് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വേണ്ടിയിട്ട് അലഞ്ഞു നടക്കുന്നവർക്ക് കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും 2021 അതുപോലെ തന്നെ 2021 മുതൽ 2023 വരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമുകളുടെയും ഇംഗ്ലീഷും മലയാളവും മാത്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് ലഭിക്കുന്ന ഒരു ചാനലാണ് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്നത്. അടുത്ത ചാനലാണ് PSC വായനശാല. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാനായിട്ട് സഹായമായിട്ടുള്ള ചാനലുകളിലൊന്നാണ് PSC വായനശാല. അടുത്ത ചാനലാണ് PSC ടേണിംഗ് പോയിന്റ്. ഇംഗ്ലീഷ്, മലയാളം, GK തുടങ്ങിയ വിഷയങ്ങൾ ക്വിസ് ബോട്ട് ഉപയോഗിച്ച് ചെയ്ത് നോക്കാൻ സഹായിക്കുന്ന ചാനലാണ് PSC ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രിക്ക് ടേൺ എന്ന് പറയുന്നത്. മാത്സിന് വേണ്ടിയിട്ടുള്ള ജെറിൻ സാറിൻ്റെ ഒരു ചാനലാണ് ട്രിക്ക് ടേൺ എന്ന് പറയുന്നത്. മാത്സ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ് ട്രിക്ക് ടേൺ. അതുപോലെ തന്നെ മാത്സിനുള്ള മറ്റൊരു ചാനലാണ് ഗെയിം ഓഫ് മാത്സ് എന്ന് പറയുന്നത്. പിന്നെ NCERT പഠിക്കാം. ഈ ചാനൽ എന്ന് പറയുന്നത് NCERT പേര് പോലെ തന്നെ NCERT ബേസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചാനലാണ് NCERT പഠിക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ചാനലാണ് ഡെയിലി CA ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് PSC പഠിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ നല്ല കുറേ ചാനലുകളാണ്. എനിക്ക് ഏറ്റവും ഉപയോഗപ്രദമായി തോന്നിയിട്ടുള്ള കുറച്ച് ചാനലുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫാമിലിയിൽ ജോലിയുള്ളവരുണ്ടായിരിക്കും, പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് PSCക്ക് ക്ലാസ്സിനൊന്നും പോയി പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എപ്പോഴും യൂട്യൂബ് നോക്കിയിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന കുറച്ച് ചാനലുകളാണ് ഈ പറഞ്ഞത്. അപ്പം ഞാനും ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ക്വിസ് ബോട്ടൊക്കെ ഉപയോഗിച്ച് ചെയ്തൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സമയം കുറവുള്ള ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു മാർഗ്ഗമാണ് ടെലഗ്രാം ചാനലുകൾ നോക്കി പഠിക്കുക എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്